ഹബിമാരെ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ജാബിറുസ്താം സ്വയംസ്താം കൂടി മാർക്കാൻ സാഹിബിൽ എന്തൊക്കെയോ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന്. പോണ വൈക്കല് മദനസായത്തിട്ട് ചാട്ട് ജംഗ്ഷനിലൊന്ന് കയറി അവിടുന്ന് ഒരു വടാപ്പാവും തിന്നുകൊണ്ട് പോവാന്ന്. ചാട്ട് ജംഗ്ഷനിൽ നേരത്തെ നമ്മളെ ബലദിയന്റെ ഫ്രണ്ട് സൈഡില് നമ്മളെ ഷോപ്പിംഗ് സെന്ററിന്റെ ബാക്ക് സൈഡിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അവിടുന്ന് ഒരു ലൊക്കേഷൻ മാറ്റിയിരിക്കണം. അപ്പൊ അവര് ഈ ബലദിയ മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ വലിയ ഷോപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇരുന്ന് കഴിക്കാനൊന്നൊക്കെ സൗകര്യം കുറവായിരുന്നു. ഇപ്പൊ അത്യാവശ്യം സൗകര്യത്തില് വലിയ ഒരു ഷോപ്പാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അവര്. ഏതായാലും വടാപ്പാവ് അതിന്റെ ടേസ്റ്റ് അതൊന്നും തിന്നാൻ നോക്കിയാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. നമ്മള് സാധാരണ ഈ വടാപ്പാവ് എന്ന് കേൾക്കല് മഹാരാഷ്ട്രയിലൊക്കെ പോകുമ്പോൾ ട്രെയിൻ വഴി പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ആണ് രത്നഗിരി മുതൽ അങ്ങോട്ട് തുടങ്ങും വടാപ്പാവ്. അപ്പൊ ആ ഒരു ഓർമ്മക്കാണ് നമ്മള് ഇവിടുന്ന് കഴിക്കണത് കേട്ടോ. നാട്ടിൽ നിന്ന് കിട്ടുന്ന വടാപ്പാവിന്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും അതിന്റെ താഴെ കണ്ട വടാപ്പാവിന്റെ ടേസ്റ്റ് ഇവിടുന്ന് കിട്ടും. ഏതായാലും ഞങ്ങള് മൂന്നാളും വടാപ്പാവും കഴിച്ച് നേരെ മാർക്കാൻ സേവ് കിട്ടും. കുറഞ്ഞ എന്തൊക്കെ ഓഫറുകൾ ലിസ്റ്റിൽ നോക്കിയിട്ട് അത് മാത്രം വാങ്ങിയിട്ട് പോരണമെന്ന് വിചാരിച്ചതിന് ഞങ്ങള്. പക്ഷെ എന്താ ചെയ്യാ, അവിടുത്തെ ഓഫറുകളൊക്കെ കണ്ടുനോക്കുമ്പോൾ പിന്നെ വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പേയ്മെന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ 4 ദിർഹംസിന് ഒരു ഐസ്ക്രീം കിട്ടുന്ന സ്ഥലം. പിന്നെ ഒന്നും നോക്കിയില്ല. കുറെ കാലമായി ഐസ്ക്രീം ഒക്കെ തിന്നിട്ട്. നല്ല ചൂടുള്ള കാലാവസ്ഥ അല്ലേ, അപ്പൊ ഐസ്ക്രീം തിന്നാൽ നല്ല ഉഷാറാകുന്നേ. അതിന്റെ ഉള്ളിൽ തന്നെ നിന്ന് തിന്നണക്കാട്ടി നല്ല നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് തിന്നാന്ന്. അങ്ങനെ അതിന്റെ പുറത്ത് തന്നെ കുറച്ച് ഇരുന്ന് തിന്നാനൊക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്ന് ഐസ്ക്രീം ഫുള്ള് കാലിയാക്കി. പിന്നെ ഞങ്ങളൊരു ടാക്സി വിളിച്ച്. കയ്യിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ബസ്സിൽ പോകുമ്പോൾ ഒരു പ്രയാസക്കാരെന്ന് എഴുതിയിട്ട് ടാക്സി വിളിച്ചു നോക്കിയപ്പോൾ അതൊരു മലയാളി തന്നെ. അയാളോടും കുറച്ചേരൊക്കെ വർത്താനം തമാശ ഒക്കെ പറഞ്ഞു തന്നപ്പോ തന്നെ നമ്മള് സ്ഥലത്തെത്തിട്ടോ. എന്നാ പിന്നെ ശരി.